ഇസ്രയേൽ രാഷ്ട്രീയത്തിലും സുരക്ഷാ വൃത്തങ്ങളിലും വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ട് തീവ്ര വലതുപക്ഷ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിറിന്റെ വീടിന് സമീപം തിരിച്ചറിയാത്ത ഡ്രോൺ തകർന്നു വീണ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വൻ ചർച്ചയായിരിക്കുകയാണ്. അദ്നവിഷ്ട് വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോണിന് സമീപമുള്ള കിര്യത്ത് അർബ എന്ന തീവ്ര യഹൂദ സെറ്റിൽമെന്റിലെ ബെൻഗ്വിറിന്റെ വസതിക്ക് തൊട്ടടുത്താണ് ഈ നിഗൂഢ ഡ്രോൺ പതിച്ചത്. ആക്രമണ സമയത്ത് മന്ത്രിയും കുടുംബവും വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും അവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടതായി ഇസ്രയേലി ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. എന്നാൽ അതീവ സുരക്ഷാ മേഖലയിൽ ഡ്രോൺ തകർന്നു വീണ സംഭവം ഇസ്രയേൽ സുരക്ഷാ സേനയെയും രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബൈറ്റിനെയും വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. സംഭവത്തിന്റെ യഥാർത്ഥ ഉറവിടവും ലക്ഷ്യവും കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സെൻസിറ്റീവ് മേഖലകളിൽ പോലും കടന്നു കയറാൻ ശേഷിയുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് പ്രമുഖ വ്യക്തികളെ ലക്ഷ്യമിടുന്നത് ഇസ്രയേൽ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സംഭവ സ്ഥലത്ത് ഉടൻ തന്നെ വൻ ബോംബ് സ്ക്വാഡും സാങ്കേതിക വിദഗ്ധരും എത്തി ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ ശേഖരിച്ച് വിശദമായി പരിശോധന ആരംഭിച്ചു. നിലവിൽ ഇത് വെറുമൊരു നിരീക്ഷണ ഡ്രോണാണോ അതോ ആക്രമണ ലക്ഷ്യത്തോടെയുള്ളതാണോ എന്ന് വ്യക്തമായിട്ടില്ല. പ്രത്യേകിച്ച് ഈ സംഭവത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ബെൻഗ്വിറിനെ വധിക്കാൻ പദ്ധതിയിട്ട കേസിലെ പ്രധാന പ്രതിക്കെതിരെ ഇസ്രയേൽ പ്രോസിക്യൂട്ടർമാർ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണോ അല്ലെങ്കിൽ ഗൈഡഡ് മിസൈലോ ഉപയോഗിച്ച് മന്ത്രിയെ ലക്ഷ്യമിടാൻ ഗൂഢാലോചന നടന്നു എന്ന കണ്ടെത്തലിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ഡ്രോൺ വീഴ്ചയുണ്ടായത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ബെൻഗ്വിറിന് നേരെ ഡ്രോൺ വഴിയുള്ള വധശ്രമ ഭീഷണികൾ ഉയരുന്നത് ഇതാദ്യമായല്ല. മുൻപും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ലക്ഷ്യമിട്ട് സമാനമായ നിരവധി നീക്കങ്ങൾ നടന്നതായി ഇസ്രയേലി സെക്യൂരിറ്റി ഏജൻസികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ പുതിയ നീക്കം വെറുമൊരു അപകടമല്ലെന്നും കൃത്യമായ പ്ലാനിങ്ങോടെ നടന്ന ഒരു വധശ്രമത്തിന്റെ ഭാഗമാണോ എന്നും അധികൃതർ സംശയിക്കുന്നു. ഹമാസ്, ഹിസ്ബുള്ള അല്ലെങ്കിൽ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾ എന്നിവയാണോ ഈ നിഗൂഢ ഡ്രോണിന് പിന്നിലെന്ന കാര്യം അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നുണ്ട്. സമീപകാലത്തായി ഇസ്രയേലിന്റെ ആഭ്യന്തര അതിർത്തി ലംഘിച്ചുകൊണ്ട് ഡ്രോണുകൾ അയക്കുന്ന സാങ്കേതിക വിദ്യ ശത്രുപക്ഷത്തുള്ള ഗ്രൂപ്പുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. കിര്യത്ത് അർബയിലെ സെറ്റിൽമെന്റുകൾ എപ്പോഴും കടുത്ത സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. പലസ്തീനിയൻ നഗരമായ ഹെബ്രോണിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ തുടർച്ചയായി സുരക്ഷാ പരിശോധനകളും ഏറ്റുമുട്ടലുകളും നടക്കാറുണ്ട്. ഇത്തരമൊരു പ്രദേശത്ത് മന്ത്രിയുടെ വീടിന് അത്രയും അടുത്ത് ഡ്രോൺ എത്തിയത് ഇസ്രയേലിന്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങളുടെ വീഴ്ചയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇറ്റാമർ ബെൻഗ്വിർ ഇസ്രയേൽ മന്ത്രിസഭയിലെ ഏറ്റവും കടുത്ത പലസ്തീൻ വിരുദ്ധ നിലപാടുള്ള നേതാക്കളിൽ ഒരാളാണ്. അൽ-അഖ്സ പള്ളി സന്ദർഭങ്ങളും പലസ്തീനിക്കെതിരായ കർശന നയങ്ങളും അൽ-അഖ്സ പള്ളി സന്ദർശനങ്ങളും പലസ്തീനികൾക്കെതിരായ കർശന നയങ്ങളും കാരണം ശത്രു ഗ്രൂപ്പുകളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായി അദ്ദേഹം മാറി. അദ്ദേഹത്തിന്റെ തീവ്ര നിലപാടുകൾ തന്നെയാണ് ഇത്തരം വധശ്രമ നീക്കങ്ങൾക്ക് കാരണമെന്ന് ഒരു വിഭാഗം നിരീക്ഷിക്കുന്നുണ്ട്. സംഭവത്തിന് പിന്നാലെ ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രാലയവും ഇന്റലിജൻസ് വിഭാഗവും രാജ്യത്തുടനീളം ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കി. ബെൻഗ്വിറിന്റെ ഔദ്യോഗിക വസതിക്കും യാത്രകൾക്കും ഏർപ്പെടുത്തിയിരുന്ന സുരക്ഷ നിലവിലുള്ളതിനേക്കാൾ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വധഭീഷണിയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ സുരക്ഷാ പ്രോട്ടോകോളുകൾ പൂർണ്ണമായി പുനഃപരിശോധിച്ചു. തകർന്നു വീണ ഡ്രോണിന്റെ സാങ്കേതിക അവശിഷ്ടങ്ങൾ, അതിലെ ക്യാമറ മെമ്മറികൾ, സർക്യൂട്ട് ബോർഡുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ഏത് രാജ്യത്താണ് ഇത് നിർമ്മിച്ചതെന്നും അത് നടത്തിയ റിമോട്ട് ലൊക്കേഷൻ എവിടെയാണെന്നും കണ്ടെത്താൻ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ വിദഗ്ധ സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഡ്രോൺ അതിർത്തി കടന്നതാണോ അതോ ഇസ്രയേലിനുള്ളിൽ നിന്ന് തന്നെ നിർമ്മിച്ച് പറപ്പിച്ചതാണോ എന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന രഹസ്യ സ്ലീപ്പർ സെല്ലുകളാണ് ഇതിന് പിന്നിലെങ്കിൽ അത് ഇസ്രയേലിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ബെൻഗ്വിറിന് നേരെയുള്ള നീക്കങ്ങൾ ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സർക്കാരിലെ തീവ്ര നിലപാടുകാരെ ലക്ഷ്യമിട്ട് പ്രതിയോഗികൾ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ ഭാവിയിൽ കൂടുതൽ സൈനിക തിരിച്ചടികൾക്ക് ഇസ്രയേലിനെ പ്രേരിപ്പിച്ചേക്കാം. മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷഭരിതമായ അന്തരീക്ഷം കൂടുതൽ സങ്കീർണമാക്കാൻ ഇത് കാരണമാകും. വരും ദിവസങ്ങളിൽ ഈ അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡ്രോണിന്റെ ഉറവിടം തെളിയിക്കപ്പെട്ടാൽ അതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കടുത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സംഭവം വെറുമൊരു നിസ്സാര സംഭവമല്ല, മറിച്ച് ഇസ്രയേലിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിടുന്ന ഭീഷണികളുടെ വ്യാപ്തി വ്യക്തമാക്കുന്ന മുന്നറിയിപ്പാണ്. വരും ദിവസങ്ങളിൽ വെസ്റ്റ് ബാങ്കിലും അതിർത്തി പ്രദേശങ്ങളിലും സുരക്ഷാ ഏജൻസികൾ പരിശോധനകളും സൈനിക നടപടികളും കൂടുതൽ കർശനമാക്കാനാണ് സാധ്യത.